ഒരു മാട്രസ് വാങ്ങാൻ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന ക്വസ്റ്റ്യൻ ആണ് ഏത് ടൈപ്പ് മാട്രസ് വാങ്ങും. സ്പ്രിംഗ് മാട്രസ് വാങ്ങണോ, ഗ്രിഡ് മാട്രസ് വാങ്ങണോ, ഫോം മാട്രസ് വാങ്ങണോ, ലേറ്റക്സ് മാട്രസ് വാങ്ങണോ, ഏത് വാങ്ങണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ എല്ലാവർക്കും ഉണ്ടായിരിക്കും. എന്നാൽ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ മാട്രസ് ടെക്നോളജികൾ അല്ലാതെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജികൾ ഓൾറെഡി മാട്രസിൽ വന്നു കഴിഞ്ഞു. ഡ്യൂറോഫ്ലെക്സിന്റെ എയർ ബൂസ്റ്റ് എന്ന് പറയുന്ന മാട്രസ് ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ഇത് ഡ്യൂറോഫ്ലെക്സിന്റെ ഒരു പുതിയ മാട്രസ് ടെക്നോളജിയാണ്. ഡ്യൂറോഫ്ലെക്സ് പറയുന്നത് മേജർ സ്ലീപ്പ് പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഡിസൈൻ ആണ് ഈ മാട്രസിൽ നൽകിയിരിക്കുന്നതെന്നാണ്. നല്ല സപ്പോർട്ടും ബെറ്റർ എയർ ഫ്ലോയും ഒക്കെ ഈ മാട്രസിന്റെ പ്രത്യേകതകളാണ്. ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് ഈ മാട്രസ് ബിൽഡ് ചെയ്തിരിക്കുന്നതെന്നും ഏതൊക്കെ ടൈപ്പ് ലേയേഴ്സ് ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നതെന്നും ആർക്കൊക്കെ ഈ മാട്രസ് യൂസ് ചെയ്യാൻ പറ്റുമെന്നും നിങ്ങൾ ഒരു മാട്രസ് വാങ്ങാൻ പ്ലാൻ ചെയ്യുമ്പോൾ ഈ ഒരു മാട്രസ് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള കാര്യവും ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ആദ്യം നമുക്ക് എയർ ബൂസ്റ്റ് ടെക്നോളജി എന്താണെന്ന് നോക്കാം. മാട്രസിന്റെ കംഫോർട്ടിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഈ മാട്രസിന് എന്തൊക്കെ പ്രത്യേകതകളാണുള്ളതെന്ന് പറയാം. സാധാരണ മാട്രസിൽ ഒന്നുകിൽ ഫോം, സ്പ്രിംഗ്, ലേറ്റക്സ് ഇതിലേതെങ്കിലുമൊക്കെ ആയിരിക്കും അതിന്റെ പ്രൈമറി സപ്പോർട്ട് മെറ്റീരിയൽ. എന്നാൽ ഡ്യൂറോഫ്ലെക്സിന്റെ എയർ ബൂസ്റ്റിൽ എയർനിറ്റ് ടെക്നോളജിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിലെ ഇൻട്രസ്റ്റിംഗ് പാർട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1,00,000-ലധികം എയർനിറ്റ് ഫൈബേഴ്സ് ആണ് ഈ മാട്രസുകളിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഫൈബേഴ്സ് ഇൻഡിപെൻഡന്റ്ലി വർക്ക് ചെയ്ത് നമ്മുടെ ബോഡി പാർട്സ് പ്രോപ്പർ ആയിട്ട് അഡാപ്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മാട്രസിൽ കിടക്കുന്ന സമയത്ത് നല്ല സപ്പോർട്ടും കംഫോർട്ടും ഈ ഒരു മാട്രസിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഡ്യൂറോഫ്ലെക്സിന്റെ നെക്സ്റ്റ് ജനറേഷൻ മാട്രസ് എന്നാണ് പറയുന്നത്. ഇതിന്റെ അഡാപ്റ്റീവ് സപ്പോർട്ടും ബ്രീത്തബിലിറ്റിയും റെസ്പോൺസീവ് റീബൗണ്ടും ഒക്കെയാണ് അതിന് കാരണം. ഇനി നമ്മൾ ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും എങ്ങനെയാണ് ഈ മാട്രസിൽ വരുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് അഡാപ്റ്റീവ് സപ്പോർട്ട് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് നോക്കാം. നമ്മൾ കിടക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളിലും ഡിഫറെന്റ് പ്രഷർ ആണ് അപ്ലൈ ആകുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഷോൾഡറും ഹിപ്പും ഒക്കെ നമ്മുടെ കൈയേക്കാളും കാലിനേക്കാളും ഒക്കെ കുറച്ചുകൂടെ ഹെവിയർ ആണ്. ട്രഡീഷണൽ മാട്രസിൽ നമ്മൾ കിടക്കുമ്പോൾ ഈ പറയുന്ന എല്ലാ ഭാഗങ്ങളും ഒരേപോലെ ആയിരിക്കും ട്രീറ്റ് ചെയ്യപ്പെടുന്നത്. എന്നാൽ നമ്മൾ എയർ ബൂസ്റ്റ് മാട്രസ് ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതിൽ 1,00,000-ലധികം എയർനിറ്റ് ഫൈബേഴ്സ് ഉള്ളത് കൊണ്ട് ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും ഇൻഡിവിജ്വലി കംപ്രസ് ആവുകയും റെസ്പോണ്ട് ചെയ്യുകയും ചെയ്യും. ഇതിന്റെ പ്രയോജനം മാട്രസ് നമ്മുടെ ബോഡി ഷേപ്പ് പ്രോപ്പർ ആയിട്ട് അഡാപ്റ്റ് ചെയ്യുകയും കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ട് പ്രഷർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഇതിന്റെ ഫൈനൽ റിസൾട്ട് നോക്കുമ്പോൾ ബെറ്റർ സ്പൈൻ അലൈൻമെന്റും കുറച്ചുകൂടി സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു കംഫർട്ടബിൾ ഫീലും നമുക്ക് ഈ മാട്രസിൽ കിട്ടും. ഒത്തിരി ഹാർഡ് ആയിട്ടുള്ള ഫീല് മാട്രസിൽ നമുക്ക് തോന്നത്തില്ല. അടുത്തത് ബ്രീത്തബിലിറ്റി ആണ്. ഇന്ത്യൻ വെതർ കണ്ടീഷനിൽ ഈ ഒരു കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരുമാതിരിപ്പെട്ട മിക്ക മാട്രസുകളും എയർ അതിനകത്ത് ട്രാപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെയുള്ള മാട്രസിൽ കുറച്ചു നേരം കിടന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കരമായിട്ട് ചൂടെടുക്കുകയും വേർക്കുകയൊക്കെ ചെയ്യും. അപ്പൊ ഈ ഒരു പ്രശ്നം എയർ ബൂസ്റ്റ് മാട്രസിൽ നമുക്ക് ഒരു പരിധി വരെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. എയർ ബൂസ്റ്റ് മാട്രസിൽ 3D എയർ ഫ്ലോ ടെക്നോളജിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ നൽകിയിട്ടുള്ള എയർനിറ്റ് സ്ട്രക്ചർ ഒരുപാട് ഓപ്പൺ സ്പേസസ് ഈ മാട്രസിനുള്ളിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാട്രസിന്റെ മുകളിൽ നിന്ന് താഴേക്കും വശങ്ങളിലേക്കും ഒക്കെ നല്ല രീതിയിലുള്ള എയർ ഫ്ലോ ഈ മാട്രസിൽ ലഭിക്കും. അത് ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. ഞാൻ ഈ മാട്രസിന്റെ മുകളിൽ കുറച്ച് വെള്ളം ഒഴിക്കുകയാണ്. നമ്മൾ എത്രയും വെള്ളം ഒഴിക്കുന്നു അത് മൊത്തം അതേപോലെ തന്നെ ഒഴുകി താഴേക്ക് പോവുകയാണ്. എങ്ങും തന്നെ ഇടയ്ക്ക് തങ്ങി നിൽക്കുന്നില്ല. നമ്മൾ റെഗുലർ മാട്രസിലൊക്കെ ഇതേപോലെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ 90% വെള്ളവും അതിൽ പിടിച്ചിരിക്കും. ഇത് പക്ഷെ അങ്ങനെയല്ല. ഇത് മൊത്തം വെള്ളവും താഴേക്ക് പോകുന്നുണ്ട്. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അത്രയ്ക്കും നല്ലൊരു എയർ സർക്കുലേഷൻ ഈ ഒരു മാട്രസിനുള്ളിൽ നടക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇതിൽ കിടക്കുന്ന സമയത്താണെങ്കിലും അതിന്റെ ഒരു പ്രയോജനം, അതിന്റെ ഒരു കൂളിംഗ് നമുക്ക് ഈ മാട്രസിൽ നിന്ന് എങ്ങനെയായാലും കിട്ടുന്നതാണ്. അപ്പൊ ഇങ്ങനൊരു ടെക്നോളജി ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ മറ്റ് ട്രഡീഷണൽ മാട്രസുകളെക്കാളും 3 മടങ്ങ് ബ്രീത്തബിലിറ്റി ഈ ഒരു മാട്രസിന് കൂടുതലാണെന്നാണ്. അതിന്റെ പ്രയോജനം വരുന്നത് നമ്മൾ രാത്രിയിലൊക്കെ ഇതിൽ കിടന്നുറങ്ങുന്ന സമയത്ത് നമുക്കൊരു ഐഡിയൽ സ്ലീപ്പിംഗ് ടെമ്പറേച്ചർ ഉണ്ടല്ലോ, അത് പ്രോപ്പർ ആയിട്ട് തന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്യും. ഇതിൽ എയർ ബൂസ്റ്റ് യൂസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് 30% ഡീപ്പർ സ്ലീപ്പ് ഇതിൽ കിടക്കുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്നതാണ്. മൂന്നാമത്തെ കാര്യം റെസ്പോൺസീവ് റീബൗണ്ട്. നമ്മൾ രാത്രിയിൽ കിടന്നുറങ്ങുന്ന സമയത്ത് പല പ്രാവശ്യം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിഞ്ഞു കിടക്കും. പലരും അത് അറിയുന്നില്ല എന്നുള്ളതാണ്. രാവിലെ ചിലപ്പോൾ നമ്മൾ രാത്രിയിൽ കിടന്ന പൊസിഷനിൽ തന്നെയാണ് രാവിലെ എഴുന്നേക്കുന്നതെന്നുണ്ടെങ്കിൽ ചിലർ വിചാരിക്കുന്നത് നമ്മൾ അതേ പൊസിഷനിൽ തന്നെയാണ് ത്രൂ ഔട്ട് നൈറ്റിൽ കിടന്നുറങ്ങിയെന്നാണ്. പക്ഷേ അങ്ങനെയല്ല. നമ്മൾ പല സൈഡിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിഞ്ഞു കിടന്നുകൊണ്ടാണ് രാത്രിയിൽ ഉറങ്ങുന്നത്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ തിരികെ മറിയുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മാട്രസ് കൂടുതൽ പ്രഷർ അപ്ലൈ ചെയ്യുന്ന ഭാഗം തിരിച്ച് അതിന്റെ ഒറിജിനൽ പൊസിഷനിലേക്ക് വരാൻ താമസം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടായിട്ട് മാറും. ഇവിടെ നമ്മൾ എയർ ബൂസ്റ്റ് മാട്രസ് യൂസ് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാകത്തില്ല. വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ റീബൗണ്ട് ആകുന്ന ഒരു ടെക്നോളജിയാണ് ഈ മാട്രസിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മൾ ഈ മാട്രസിൽ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് നമ്മൾ തിരികെ മറിയുകയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കുഴിഞ്ഞ് ആ മാട്രസിനുള്ളിലേക്ക് പോകുന്ന ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. അപ്പൊ ഇങ്ങനെ മാട്രസ് പ്രോപ്പർ ആയിട്ട് റീബൗണ്ട് ചെയ്യാത്ത മാട്രസിലാണ് നമ്മൾ കിടക്കുന്നതെന്നുണ്ടെങ്കിൽ രാത്രിയിൽ കുറച്ചധികം എനർജി നമ്മൾ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം നമ്മൾ ഒരു കുഴിയിൽ നിന്ന് അടുത്ത കുഴിയിലേക്കായിരിക്കും ഈ മാട്രസിൽ നിന്ന് മാറി കിടക്കേണ്ടത്. അപ്പം ഈ മാട്രസിന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. വളരെ റെസ്പോൺസീവ് ആയിട്ടുള്ള ഒരു റീബൗണ്ട് ടെക്നോളജിയാണ് ഈ ഒരു മാട്രസിൽ വരുന്നത്. ഇനി നമുക്ക് ഈ മാട്രസിന്റെ ലേയേഴ്സ് ഒന്ന് പരിചയപ്പെടാം. ഏതൊക്കെ ടൈപ്പ് ലേയേഴ്സ് ആണ് ഈ മാട്രസിൽ യൂസ് ചെയ്തിരിക്കുന്നത് നോക്കാം. ഫസ്റ്റ് ലെയർ ആയിട്ട് വരുന്നത് ആർട്ടിക് ഐസ് ഫാബ്രിക് ആണ്. ഈ ലെയർ ആണ് ഇതിന്റെ ടോപ്പ് സ്ലീപ്പിംഗ് സർഫസ്. ഈ ഫാബ്രിക്കിൽ ടച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു കൂളിംഗ് സെൻസേഷൻ ഫീൽ ചെയ്യുന്ന ടൈപ്പ് ഒരു ഫാബ്രിക് ആണ്. അപ്പൊ നമ്മൾ ഇതിൽ കിടക്കുന്ന സമയത്ത് ഉറങ്ങുന്ന സമയത്തൊക്കെ നമുക്കൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കൂളിംഗ് കിട്ടുന്ന ടൈപ്പ് ഒരു ആ ഒരു ഫീൽ നമുക്ക് ഈ ഒരു ഫാബ്രിക്കിൽ നിന്ന് ലഭിക്കുന്നതാണ്. അടുത്ത ലെയർ റിവേഴ്സിബിൾ കംഫർട്ട് ടോപ്പർ. ഈ ടോപ്പർ ലെയർ
ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടുള്ള ഒരു മാട്രസിലും ഇങ്ങനെ ഒരു പരിപാടി ചെയ്തിട്ടുള്ളത് കണ്ടിട്ടില്ല. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പർ ലെയർ ആണ് ഇതിൽ വരുന്നത്. ഈ ടോപ്പർ ലെയറിന്റെ ഒരു സൈഡിൽ നിയോ ലാറ്റക്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്, മറു സൈഡിൽ എയർ ബൂസ്റ്റ് ലൈറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ രണ്ട് സൈഡ് നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് തിരിച്ചും മറിച്ചു വിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു മീഡിയം ഫിറ്റ്നസും നല്ല കുഷനിങ്ങും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിയോ ലാറ്റക്സ് ലെയർ യൂസ് ചെയ്യാം. നല്ല ഫിറ്റ്നസും നല്ല എയർ ഫ്ലോയും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എയർ ബൂസ്റ്റ് ലൈറ്റ് ലെയർ യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ പ്രിഫറൻസിനനുസരിച്ച് സിപ്പ് കവർ മാറ്റി ടോപ്പ് ലെയർ നിങ്ങൾക്ക് തിരിച്ചും മറിച്ചു വിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. മൂന്നാമത്തെ ലെയർ 6 ഇഞ്ചിന്റെ എയർ ബൂസ്റ്റ് ലെയർ ആണ്. ഇങ്ങനെ ഒരു പരിപാടി ഞാൻ ആദ്യമായിട്ടാണ് ഒരു മാട്രസിൽ കാണുന്നത്. ഈ മാട്രസിന്റെ മെയിൻ ടെക്നോളജിയും ഇത് തന്നെയാണ്. ഈ ലെയർ നിർമ്മിച്ചിട്ടുള്ളത് എയർനിറ്റ് ഫൈബേഴ്സ് യൂസ് ചെയ്തുകൊണ്ടാണ്. അഡാപ്റ്റീവ് സപ്പോർട്ടിനും പ്രഷർ റിലീഫിനും എയർ ഫ്ലോയ്ക്കും റെസ്പോൺസീവ് റീബൗണ്ടിനും എല്ലാം ഹെൽപ്പ് ചെയ്യുന്നത് ഈ ലെയർ ആണ്. 1,00,000-ലധികം ഫൈബേഴ്സ് യൂസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ലെയർ ബിൽഡ് ചെയ്തിട്ടുള്ളത്. അടുത്തായിട്ട് എയർ ഫ്ലോ ഇംപ്രൂവ് ചെയ്യാനായിട്ട് മെഷ് വെന്റിലേഷൻ പാനൽസ് ഇതിന്റെ സൈഡിൽ നൽകിയിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു മാട്രസുമായിട്ട് ബന്ധപ്പെട്ട് പറയാനായിട്ടുള്ളത്. ഞാൻ കുറെ മാട്രസുകൾ യൂസ് ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്, പലത് അൺബോക്സ് ചെയ്തിട്ടുണ്ട്, റിവ്യൂ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു ടെക്നോളജി, ഇങ്ങനെ ഒരു പരിപാടി ഞാൻ ആദ്യമായിട്ടാണ് ഒരു മാട്രസിൽ കാണുന്നത്. ഇതിലെ എയർ ബൂസ്റ്റ് ടെക്നോളജി എനിക്ക് പേഴ്സണലി ഒത്തിരി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ ഈ മാട്രസിന്റെ ബ്രീത്തബിലിറ്റി നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ട്രഡീഷണൽ മാട്രസിനേക്കാളും 3 മടങ്ങ് കൂടുതലാണ്. ഒപ്പം തന്നെ ഇതിൽ റെസ്പോൺസീവ് റീബൗണ്ട് ഉള്ളത് കൊണ്ട് ഈസി മൂവ്മെന്റ് നമുക്ക് ഈ ഒരു മാട്രസിൽ കിട്ടുന്നതാണ്. ഇതിൽ നൽകിയിട്ടുള്ള റിവേഴ്സിബിൾ ടോപ്പർ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിന്റെ ടോപ്പർ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ടോപ്പർ വാങ്ങേണ്ട കാര്യമൊന്നുമില്ല. മാട്രസിനുള്ളിൽ തന്നെ ഇതെല്ലാം സെറ്റ് ആയിട്ടാണ് വരുന്നത്. ഇനി ഈ മാട്രസ് ആർക്കൊക്കെ വാങ്ങാം, ആർക്കൊക്കെ ഇത് യൂസ് ചെയ്യാം? എന്റെ ഒരു അഭിപ്രായത്തിൽ ഇത് ഒരുമാതിരിപ്പെട്ട എല്ലാ കേസിലും ഈ മാട്രസ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങളൊരു ഹോട്ട് സ്ലീപ്പർ ആണെങ്കിലോ, ബാക്ക് സ്ലീപ്പർ ആണെങ്കിലോ, സൈഡ് സ്ലീപ്പർ ആണെങ്കിലോ, സ്റ്റൊമക് സ്ലീപ്പർ ആണെങ്കിലോ, അങ്ങനെയുള്ള എല്ലാ കേസുകളിലും ഈ മാട്രസ് പെർഫെക്റ്റ് ആയിരിക്കും. അതല്ലാതെ നിങ്ങളൊരു ഓഫീസ് പ്രൊഫഷണൽ ആണെന്നുണ്ടെങ്കിൽ, കണ്ടിന്യൂസ് ഇരുന്ന് വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ, BMI കൂടുതലുള്ളവരാണെങ്കിൽ, സീനിയർ അഡൽസിനും ഈ മാട്രസ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ചുരുക്കി പറഞ്ഞാൽ നല്ല എയർ ഫ്ലോയും സപ്പോർട്ടും ഈസി മൂവ്മെന്റും ഒക്കെ വേണ്ട ആർക്കും ഈ ഒരു മാട്രസ് യൂസ് ചെയ്യാവുന്നതാണ്. മാത്രമല്ല നിങ്ങൾ ഈ ഒരു മാട്രസ് വാങ്ങിയാൽ നിങ്ങൾക്ക് 100 ഡേയ്സ് ഫ്രീ നൈറ്റ് ട്രയൽ ഈ മാട്രസിൽ ലഭിക്കുന്നതാണ്. ഡ്യൂറോഫ്ലെക്സ് എയർ ബൂസ്റ്റ് മാട്രസിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 15,000 മുതലാണ്. അപ്പൊ നിങ്ങൾക്ക് വീട്ടിലേക്ക് ഒരു പ്രീമിയം മാട്രസ് വാങ്ങണമെന്നുണ്ടെങ്കിൽ, അതും ഇതേപോലെ ഒരു നെക്സ്റ്റ് ജനറേഷൻ ടെക്നോളജി യൂസ് ചെയ്തിട്ടുള്ള മാട്രസ് വാങ്ങണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ഫോളോ ചെയ്തുകൊണ്ട് ഈ ഒരു മാട്രസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനൊപ്പം ബ്രാൻഡ് ഈ മാട്രസിന് 10 വർഷത്തെ വാറന്റിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല എയർ ബൂസ്റ്റ് ടെക്നോളജി നാഷണൽ ഹെൽത്ത് അക്കാദമിയും ഇന്ത്യൻ സൊസൈറ്റി ഫോർ സ്ലീപ്പ് റിസർച്ചും സർട്ടിഫൈഡ് കൂടിയാണ്. ഒപ്പം തന്നെ ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഇതേപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്തേക്കുക. എന്തായാലും ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. ഇതിലും നല്ലൊരു അൺബോക്സിംഗും റിവ്യൂ ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.